ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹരിഷ്മ പഠിക്കൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പിന്നെ അന്ന് മോർണിംഗ് ഒരു 7 മണിക്കാണ് എണീറ്റത്. ഇവിടെ എല്ലാവരും ഓരോരോ പണികളിലാണ് ഗായ്സ്. ഇതാണ് എൻ്റെ അച്ഛമ്മ. അച്ഛമ്മ എന്താണ് അച്ഛമ്മ അരിയുന്നത്? മല്ലികപ്പൂവ്. ആ ഹാപ്പി ഓണം. ഇതാണ് പപ്പ. പപ്പ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. പപ്പയും എന്തൊക്കെ അരിയുന്നുണ്ട്. എൻ്റെ അമ്മ നോക്കിയേ. ഹായ്, ഓണാശംസകൾ. ഓ, അമ്മ വെറൈറ്റി പിടിച്ചു ഗൈസ്. അമ്മയും ഇതെന്താ അമ്മ ഈ പൂവിൻ്റെ പേരെന്തേലും? ചെണ്ടുമല്ലി. ചെണ്ടുമല്ലിയോ? ആ, ആയിരിക്കും ഗൈസ്. ഇതൊക്കെയാണ് ചെട്ടിപ്പൂന്ന് പറയും നമ്മൾ. ഓക്കെ ഗൈസ്, നമുക്ക് അച്ഛമ്മേനോട് പണ്ടത്തെ ഓണവും ഇന്നത്തെ ഓണവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ചോദിച്ചറിയാം. അച്ഛമ്മ പറയും. പണ്ട് മുറ്റത്ത് പൂത്തറുണ്ടാവും. അത് ചാണകം കൊണ്ട് തളിച്ച് പൂ പറിക്കാൻ പോകും. പൂ പറിച്ച് പൂക്കൊട്ടെ പൂവ് നിറച്ചും കൊണ്ടുവരും. അരിപ്പൂ, തുമ്പപ്പൂ, വേലിപ്പൂ പറിച്ച് കൊണ്ടുവന്നിട്ട് പൂവ് നല്ലോണം പൂപ്പാട്ട് പാടും. ഒത്തിരി പിള്ളേരൊക്കെ ഉണ്ടാവില്ലേ? കുറേ പിള്ളേരുണ്ടാവും. ഓലൊക്കെ എവിടെയോ പോയിക്കാളോട്ടച്ചും കാരണം ഏതോ കാട്ടിലോ കൊമ്പിലൊക്കെ അല്ലേ പോയി. അന്നതല്ലല്ലോ, അന്ന് പൂ വാങ്ങിക്കൊണ്ടുവന്ന് കൊലയിലിടുകയല്ലേ. അതെ. പിന്നെ പൂവൊക്കെ ഇട്ട് പൂപ്പൊലിയൊക്കെ ചെല്ലി കഴിയുമ്പോഴേക്ക് ചായ തരും. ആരാണോ തോനെ പൂ പറിച്ചു വെച്ചാൽ ഒരു തോനെ ചായക്കടിയും ചായ തോനെ തരുന്ന വിഷമം. അപ്പം ഇന്നത്തേല് മാറിയപ്പം അച്ഛമ്മക്ക് എന്താണ് തോന്നുന്നത്? ഇന്നത്തെ മാറിയെന്ന് അന്ന് സന്തോഷമൊക്കെ ആണെങ്കിലും കൂടിയിട്ടൊക്കെ വാങ്ങുന്ന പൂവാണ്. ഓക്കെ. അതിൻ്റെ ഇടയിൽ ഞാൻ തുമ്പപ്പൂ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനിട്ട്. അതെ ഗൈസ്, അച്ഛമ്മ കഷ്ടപ്പെട്ട് തുമ്പപ്പൂ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. തുമ്പ ആയതുകൊണ്ട് തന്നെ ആദ്യം കണ്ടത്. തുമ്പ ആയതുകൊണ്ട് തന്നെയല്ലേ നമുക്ക് ഭയങ്കര കുറവായിരിക്കും ക്വാണ്ടിറ്റി. ആ ഗൈസ്, ഇത് എന്താണ് ഇതിന്റെ പേര്? ഓക്കെ കണ്ടല്ലോ അല്ലേ. അതിന് ഫോണൊക്കെ കഴിഞ്ഞിട്ട് അത് പുതിയ കോടീനെ നൂലുമേല് തൂക്കിയിട്ട് കിണറ്റിലിടും. വാവ്. പപ്പേ ഹായ് പറഞ്ഞ. എന്താ പറക്കുന്നേ? വാവ് ഗൈസ്, പപ്പ കോമഡി ആക്കുകയാണ് കേട്ടോ വ്ളോഗ്. ഗൈസ്, ഇതാണ് തുമ്പപ്പൂവ്. പക്ഷേ തുമ്പയ്ക്ക് ഭയങ്കര വൈറ്റ് കളറല്ലേ. ഓ ഗൈസ്, നമ്മുടെ അമ്മയാണ് പൂവിടുന്നത്. അമ്മ ഏത് ഡിസൈനാണ് അമ്മ ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല, പിന്നെ സിമ്പിളായിട്ട് നമ്മൾ ഇടും. ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. പുട്ടും ചിക്കൻ കറിയും. നിങ്ങൾക്ക് ഫേവറേറ്റ് ആണോ പുട്ടെന്ന് പറയൂ ഗൈസ്. എനിക്ക് ഫേവറേറ്റ് അല്ല. എൻ്റെ ഫേവറേറ്റ് ദോശയാണ് ഗൈസ്. ദോശ. പായസം വന്നിട്ടുണ്ട്. പപ്പ ഒന്ന് വരുമോ? അന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാ. എൻ്റെ ഫേവറേറ്റാ. യെസ് ഗൈസ്, നമ്മുടെ പാലട പായസം. നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പായസം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം. എൻ്റെത് പാലടയാണ് ഗൈസ്. ബാക്കിയുള്ള ഉപ്പേരികളുടെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മറ്റേ ശർക്കര ഉപ്പേരി എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനത് പെട്ടെന്ന് തന്നെ കഴിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് വറുത്തുപ്പേരിയാണ്. സദ്യയുടെ ഒരു അവിഭാജ്യ ഘടകമാണല്ലോ. അവിഭാജ്യം എന്നല്ല പറയാം, ഒഴിച്ചുകൂടാനാകാത്തൊരു ഘടകമാണ് ഈ 2 ഉപ്പേരികൾ. പക്ഷെ മറ്റതിനാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ, അതിന് മധുരം കൂടുതൽ. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കഴിഞ്ഞു. അങ്ങനെ ഫൈനലി ഒരുപാട് സമയത്തിന് ശേഷം ഞാനിത് റെഡിയായി. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. സാരിയാണ് ഗൈസ്. അമ്മയുടെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അത് ഉടുത്ത് കിട്ടി. സോ ഇനി ഞാൻ ഇവിടുത്തെ ഓണപ്പൂക്കളം കാണിച്ചു തരാം. ഞാനല്ല കേട്ടോ ഇട്ടത്, അമ്മയും അപ്പയും കൂടെയാണ്. ഞാൻ വെറുതെ കൊള ആക്കണ്ടെന്ന് കരുതി. അയ്യോ, നോക്കാം.
ഗായ്സ് നല്ല ഭംഗിയില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇതൊക്കെ നൈസായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നിങ്ങളുടെയൊക്കെ ഓണം ഇവിടെ വരെ എത്തി. ഈ വീഡിയോ ഇറങ്ങുമ്പോൾ എന്തായാലും നിങ്ങളുടെ ഓണം കഴിഞ്ഞിട്ടുണ്ടാവും ഓഫ് കോഴ്സ്. ഇനി ഞാൻ കാണിക്കാൻ പോണത് എൻ്റെ വീടിൻ്റെ മുറ്റത്തിട്ടത്. ഇത് കൊലായിലിട്ടതാണ്. ഇനി മുറ്റത്തിട്ടത് കാണിച്ചു തരാം. ഗൈസ് കാണുന്നുണ്ടോ? ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ ഇട്ടതാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെയാണ്? എൻ്റെ ഓണം എന്ന് പറയുമ്പം ഭയങ്കര ബോറടിയാണ്. അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ബിക്കോസ് ഐ ആം ആൻ ഓൺലി ചൈൽഡ്. അപ്പം എനിക്ക് സിബ്ലിങ്സ് ആരും ആ ഒരു വൈബ് വീട്ടിലുണ്ടാവില്ല. പാരൻസ് അവരെല്ലാവരും ഓരോ ഇതിലായിരിക്കും. ഞാനിങ്ങനെ ഭയങ്കര ബോറടിച്ചിരിക്കും. ഇനി മേ ബി ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ കസിൻസിൻ്റെ ഒക്കെ വീട്ടിൽ പോവുമായിരിക്കും. അപ്പം കാണാം ഗൈസ്. സദ്യ ഒന്നും ഉണ്ടാക്കുന്നില്ല. എന്നാൽ ആക്ച്വലി ഇവിടെ ബിരിയാണിയാണ്. ഇന്നലെയാണ് സദ്യ ഉണ്ടാക്കിയിരുന്നത്. സോ ഞാൻ എപ്പം ക്യാമറയിൽ നോക്കുന്നതിന് പകരമായിട്ട് ഇവിടെ നോക്കി പോകുന്നുണ്ട്. സോറി, ഇനി ഇവിടെ നോക്കാം. ഓക്കെ. അപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാലട പായസം. പാലട പായസം എത്ര പേർക്ക് പാലട പായസം? അത് ഞാൻ ചോദിച്ചതല്ലേ നേരത്തെ. ഓക്കെ. ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറൊരു പായസത്തിനും ആ ഒരു സാധനം കിട്ടൂല. ഗായ്സ് ഇതെൻ്റെ പപ്പേൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ്. പേര് പറഞ്ഞേ? വൈക. ഹായ് ചേച്ചി. നോക്കിയേ ഇതിലേക്ക് നോക്കിയേ. അല്ല, നല്ലൊരു ഓണായിട്ട് എന്തെങ്കിലും കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിക്കൂടെ? Fight the fear when I feel like dying. I'm trying to fly high, but I'm not a pilot, can't deny it. There's some days I feel idiotic, just a product of a system where you're lucky just to make a dollar. That ain't gonna stop me cause my grind's contagious. I'll do what it takes to അപ്പോൾ ഗൈസ് ഇവർ പോവാണ്. ഇനിയും വരണേ ഗൈസ്. ഇന്ന് ഓണം സ്പെഷ്യൽ നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പം ഇന്നലെ സദ്യയായിരുന്നു. ആ ഒരു സദ്യേൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് വരൂ ഗൈസ്. ഓക്കെ, അപ്പോൾ സദ്യ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബിരിയാണി കാണാം. സോ ദിസ് ഈസ് ഹൗ ഗൈസ്. ഗൈസ് അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണിയാണ്. എങ്ങനെയാണ് അമ്മ എത്ര ടേസ്റ്റ് ഉള്ളത് ഉണ്ടാക്കിയത്? നല്ല ടേസ്റ്റ് ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് വരും. ആക്ച്വലി സത്യം ഇടും. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു മസാല അതിൻ്റെ ആ ഒരു എല്ലാം വന്നിട്ടുണ്ട്. അല്ല, നോർമലി ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു പിടി മുന്നിൽ ടേസ്റ്റ് ഉണ്ട്. പപ്പ ഓൾറെഡി കഴിച്ചു ഗൈസ്. പപ്പ എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി? അടിപൊളിയെന്ന് പറയാൻ പറ്റൂലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ അമ്മ ഉണ്ടാക്കിക്കൊണ്ട് പറയാലോ ഗൈസ്. ഉഗ്രനായിട്ടുണ്ട്. ഓണമായിട്ട് ബിരിയാണി കഴിക്കുന്ന നമ്മൾ. അപ്പോൾ ഗൈസ് ഓണം സ്പെഷ്യലായിട്ട് നമ്മളൊരു സ്ഥലത്ത് പോകാനായിട്ട് വിചാരിച്ചിരിക്കുകയാണ്. വേറെ എവിടെയല്ല, എൻ്റെ പപ്പയുടെ വളരെ കാലങ്ങളായിട്ടുള്ളൊരു ഫ്രണ്ടാണ് മനോജ് അങ്കിൾ. വിളിച്ചിരുന്നു ഇന്ന് വരൂ കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് അവരുടെ വീട്ടിലേക്ക് ഇന്ന് പോകണം എന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിനായിട്ട് വണ്ടി ഇപ്പോൾ വരും. വീട്ടുകാരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നെ ഞാൻ ആ സാരിയൊക്കെ അങ്ങ് മാറ്റി. അറിയാമല്ലോ, സാരി ഇട്ടാൽ നമ്മളിങ്ങനെ ഭയങ്കര ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ട പോലെ ഒരു ഫീലാണ്. അപ്പോൾ അതെനിക്ക് കുറേ ഞാൻ പിടിച്ചു തന്നു. ആക്ച്വലി ഫോട്ടോ എടുക്കാൻ മാത്രമാണ് ഞാൻ സാരി ഇട്ടത്. ബട്ട് സ്റ്റിൽ ഞാൻ മാറ്റി എല്ലാം ചേഞ്ച് ചെയ്ത് അടിപൊളിയായിട്ട് വന്നു. ഈ ലുക്കിലാണ് നമ്മൾ പോകുന്നത് ഗൈസ്. യെസ് ഗൈസ്. ഇനി വീട്ടുകാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾവേസ് ലേറ്റ് ആകാതെ ലേറ്റസ്റ്റ് ആയിട്ട് വരും.
അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ എത്തി ഗൈസ്. ഇതാണ് മനോജ് അങ്കിൾ, ഇത് നമ്മുടെ ചേച്ചി എടുക്കരുതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പേ ഗായ്സ് നമുക്ക് ചേച്ചി ഉണ്ടാക്കി തന്ന ബിരിയാണി. ഹായ് ചേച്ചി, ബിരിയാണി സൂപ്പർ, ഇഷ്ടപ്പെട്ടു. ഫിഷ് ബിരിയാണി അല്ലേ ഇഷ്ടപ്പെടാതിരിക്കാം? അതെ, അമ്മ പറഞ്ഞേ എന്ത് ബിരിയാണി അത്? ഫിഷ് ബിരിയാണി. ഫിഷ് ബിരിയാണി. അപ്പം നമ്മൾ ഇന്നലെ സദ്യ കഴിച്ചു, ഇന്ന് അവിടെ ചിക്കൻ ബിരിയാണി കഴിച്ചു, ഇപ്പം അതേ ഫിഷ് ബിരിയാണി. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഗൈസ്, ദർ ഈസ് നത്തിങ് ന്യൂ ഹാപ്പൻഡ് ഇൻ ദിസ് വീഡിയോ. പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. എൻ്റെ കുറേ പൂക്കളമിടൽ കാര്യങ്ങളും മാത്രമായിരുന്നു. സാരി എടുത്തു, അതുപോലെ തന്നെ നല്ല കുറച്ച് പിക്സ് കിട്ടി ഗൈസ്, അത് തന്നെ ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പം നമ്മൾ അങ്കിളിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട്, നല്ല ടയേർഡാണ് ഗൈസ്, നല്ല ടയേർഡ് എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ വീട്ടുകാരും നല്ല ടയേർഡാണ്. അവരാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പം എന്നെക്കാൾ ടയേർഡ് അവരായിരിക്കും. ഞങ്ങൾക്കൊന്ന് വീടെത്തി കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ പറഞ്ഞ പോലെ ഗൈസ്, ഹാപ്പി ഓണം. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്, ഹാപ്പി ഓണം.